വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണല്ലോ പ്രോസിക്യൂഷൻ പറഞ്ഞത്. നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? അനുജ, അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. അതായത് ഇന്ന് റിമാൻഡിൽ വിട്ട ശേഷം അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കസ്റ്റഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യകതയെക്കുറിച്ച് ആലോചിച്ച് ഉന്നതതല യോഗം ചേർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ യോഗം ചേർന്നതിൽ തീരുമാനമുണ്ട്. കസ്റ്റഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമാണ് കേസിൽ. കാരണം അത് ഈ പ്രോസിക്യൂഷൻ വാദത്തിനിടയിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. നിലവിൽ ഈ റിമാൻഡിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. അതായത് പ്രതിഭാഗം ഉന്നയിക്കുന്നു, ഇത് ഒരു കെട്ടിച്ചമച്ച പരാതിയാണ്. 4 മാസം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല. അന്വേഷണവുമായി ബോബി ചെമ്മണ്ണൂർ സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അറസ്റ്റിന്റെ പോലും സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കേസാണ്. അവിടെയാണ് ഈ റിമാൻഡ് ആവശ്യപ്പെടുന്നത്. അത് അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ വാദങ്ങളാണ് രാമൻപിള്ള ഉന്നയിച്ചത്. പക്ഷേ അതിനെല്ലാം ഖണ്ഡിക്കുന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് തെളിവുകളടക്കം, ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ സംഭവം നടന്നത് കുറെ നാളുകൾക്ക് മുമ്പാണെങ്കിൽ പോലും ഇതിന്റെ ഒരു ട്രോമ ആ പെൺകുട്ടി ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയെ നിരന്തരം വേട്ടയാടുകയാണ്. ആദ്യം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അന്നാണ് ഈ വിവാദ പരാമർശം നടത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ജിമ്മിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പോൾ അവിടെ വെച്ചും ബോബി ചെമ്മണ്ണൂർ മോശമായി പെരുമാറി. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ ബോബി ചെമ്മണ്ണൂർ നൽകിയ ഒരു വ്യക്തിപരമായ ഒരു ഇന്റർവ്യൂവിൽ പോലും ഹണി റോസിന്റെ പേര് വലിച്ചിഴക്കുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഈ ഇന്റർവ്യൂവിലും ഈ ദൃശ്യങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിച്ചു, തെറ്റായ തമ്പനയിലൊക്കെ വെച്ച് പ്രചരിപ്പിച്ചു. അത്തരത്തിൽ ഗുരുതരമായ മാനസിക ബുദ്ധിമുട്ട് തനിക്ക് നേരിട്ടു. ഒരു പക്ഷേ വലിയൊരു സൈബർ വേട്ടയാടൽ പോലും തനിക്കെതിരെ നേരിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ നടി പ്രോസിക്യൂഷൻ മുഖാന്തരം കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതെല്ലാം കോടതി മുഖവരക്കെടുത്തു. ഒപ്പം ഈ പ്രതിക്ക് ഉന്നത സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത, അതായത് ജാമ്യം ലഭിച്ചാൽ പോലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്, ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതുകൂടി പരിഗണിച്ചിട്ടുണ്ടാകാം. ഒപ്പം ആ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. നീണ്ട വാദത്തിന് ശേഷം ചേംബറിൽ ആ ദൃശ്യങ്ങൾ കാണാം എന്നാണ് കോടതി അനൗദ്യോഗിക നിലപാട് സ്വീകരിച്ചത്. ചേംബറിൽ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളും കോടതിക്ക് മുമ്പാകെ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം നിലവിൽ റിമാൻഡ് നടപടിയിലേക്ക് പോയത്. ബോബി ചെമ്മണ്ണൂരിന് നിലവിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കോടതി തൊട്ടടുത്ത മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം അപ്രതീക്ഷിതം എന്ന് തന്നെ വിശേഷിപ്പിക്കുക. അദ്ദേഹത്തിന്റെ അറസ്റ്റ് മുതൽ ഈ റിമാൻഡ് വരെയുള്ള നടപടികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്, തിരിച്ചടിയാണ്. അദ്ദേഹം എല്ലാ പ്രതീക്ഷകളും വെച്ചു പുലർത്തുന്നു. നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ അവരുന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് സമാനമായ വകുപ്പുകൾ ഇട്ട് ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യത്തിനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം പരമാവധി തെളിവുകൾ ഇതിനോടകം തന്നെ ഡിജിറ്റൽ തെളിവൊക്കെ സമാഹരിച്ചു എന്ന് അന്വേഷണ സംഘം പറയുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിയുമായി ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവെടുപ്പ് ഒന്നും നടത്തേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെയെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെയാണ് അഭിഭാഷകർ പറഞ്ഞത്. പ്രത്യേകിച്ച് ബി രാമൻപിള്ള പോലുള്ള അഭിഭാഷകരൊക്കെ എത്തിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കും. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തകർത്തെറിയപ്പെടുകയാണ്. പ്രോസിക്യൂഷന്റെ കൃത്യമായ വാദങ്ങൾ, കൃത്യമായ തെളിവുകൾ, കൃത്യമായ നീക്കങ്ങൾ എല്ലാം പോലീസിന്റെ അടക്കം അഭിനന്ദനാർഹമായ നീക്കങ്ങളൊക്കെ ഫലം കാണുകയാണ്. ഇതൊരു വലിയ മുന്നേറ്റമായി ഇനി ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട്, സൈബർ ലിഞ്ചിങ് ഒക്കെ ബന്ധപ്പെട്ട് കൃത്യമായ മോണിറ്ററിംഗ് ഒക്കെ ഈ കേസിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇനി ഉണ്ടാകും. മുഖം മറച്ചിരുന്ന അശ്ലീല കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ റിമാൻഡിൽ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അദ്ദേഹത്തിന് ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകുക എന്നാണ് വലിയൊരു സന്ദേശം കൂടിയല്ലേ വിഷ്ണു സുരേഷ്? നേരത്തെ പ്രോസിക്യൂഷൻ വാദമുഖത്തിനിടെ പറഞ്ഞത് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും എന്നുള്ളതാണ്. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ്. അത് കോടതി പരിഗണിച്ചിട്ടുണ്ട് അല്ലേ? അനുജ, ഉറപ്പായും അത് പരിഗണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ നേരത്തെ ഇപ്പോൾ IPC 354 പ്രകാരമൊക്കെ കേസെടുക്കുമ്പോൾ കോടതി ജാമ്യം അനുവദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുകേഷുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അത് മറ്റൊരു പരാതിയാണെങ്കിൽ പോലും അത്തരം കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്കൊക്കെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. എന്നാൽ ഇത് BNS 75 പ്രകാരം എടുത്ത കേസാണ്. അതുകൊണ്ട് അതിന് കുറച്ചുകൂടി ഗുരുതര സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന
നടത്തുന്ന ആളുകൾക്ക്, മുഖമില്ലാത്ത ആളുകൾക്കും അതോടൊപ്പം തന്നെ ഒരു തരത്തിൽ പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ വന്ന് കടന്നാക്രമിച്ചു പോകുന്ന ആളുകൾക്ക് ഒക്കെ ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുകയാണെങ്കിൽ അത് അവർക്കൊക്കെ ഒരു പ്രോത്സാഹനമാകുന്ന നിലപാടായി മാറും. ഇത്തരത്തിലുള്ള ആളുകൾ ഈ പ്രവൃത്തി അത് നിരന്തരം തുടരും. അവരുടെ നിലയൊക്കെ കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തരത്തിൽ ആരെയും ആക്രമിക്കാം, ഏത് സ്ത്രീയെയും സൈബർ ഇടത്തിൽ എന്തും വിളിച്ചു പറയാമെന്നൊരു മനോനിലയിലേക്കൊക്കെ എത്തും എന്ന് പ്രോസിക്യൂഷൻ ശക്തമായ ഒരു വാദം ഉന്നയിച്ചിരുന്നു. ഉറപ്പായും ആ വാദം കോടതി പരിഗണിച്ചിട്ടുണ്ടാകാം. ഇതൊരു കോടതി ഒരുപക്ഷെ ഈ റിമാൻഡ് വഴി ഉദ്ദേശിക്കുന്നത് അത്തരത്തിലൊരു നിലപാട് കൂടിയാണ്. അതായത് പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു തുറന്നുകാട്ടൽ, ഇത്തരം വൈകൃതം ഉള്ള ആളുകളെ, ഇത്തരം ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മാനസിക ഉല്ലാസം കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ആളുകൾക്ക് ഉള്ള ഒരു അവർക്കെല്ലാവർക്കും നൽകുന്ന ശക്തമായൊരു താക്കീതാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന നടപടി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിലവിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് വിഷ്ണു? അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉയർന്നു, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയോ? അനുജ, അദ്ദേഹത്തെ തൊട്ടപ്പുറത്തൊരു മുറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെ നിന്നായിരിക്കും മറ്റ് ജയിലിലേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ തീരുമാനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും. ഇനിയിപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണെങ്കിൽ പോലും ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ബോബി ചെമ്മണ്ണൂർ ഉണ്ടാകുക. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഇന്ന് ഇത്രയും വൈകിയതുകൊണ്ട് ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടിയായിരിക്കും ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുക. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്നല്ല, പക്ഷെ വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റന്നാളേക്ക് മാറ്റി ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. വിശദമായൊരു വാദം ഇന്ന് കോടതിയിൽ നടന്നു. ആ വാദത്തിൽ ഒരു റിസൾട്ട് പ്രോസിക്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ജാമ്യാപേക്ഷയെ എതിർത്തത്, അത് ഏറ്റവും ഒടുവിൽ ആ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ കഴിയണം, അതായത് ജയിലിലേക്ക് പോകണം എന്ന് കോടതി നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇനി ഏത് ജയിൽ, എപ്പോഴാണ് പോവുക, അത് എപ്പോഴാണ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. അതിൽ പോലീസാണ് ഔദ്യോഗികമായി തീരുമാനം എടുക്കേണ്ടത്. ഇത് ഒരു നമ്മളെ മൊത്തം, അതായത് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ സ്ത്രീകൾ, രാഷ്ട്രീയ മേഖലയിലെ സ്ത്രീകൾ, ഈ സൈബർ ആക്രമണങ്ങൾക്കൊക്കെ വിധേയപ്പെടുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾക്ക് നേരിടുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസകരമാണ്. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിട്ടാൽ നിങ്ങൾ വായ്മൂടി മിണ്ടാതെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ആരാണെങ്കിലും, അത് എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആരാണെങ്കിലും കേരള പോലീസ് അവരെ പിടികൂടാൻ തയ്യാറാണ് എന്നൊരു സൂചനയാണ് കേരള പോലീസ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് വഴിയും ഇപ്പോൾ ഈ റിമാൻഡ് വഴി സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് അവരൊരു പ്രചോദനമായി എടുക്കണം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു റിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ കൂടി. അതായത് അവർക്കൊരു ധൈര്യം സ്വാഭാവികമായി കിട്ടും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇതിലിപ്പോൾ ഹണീറോസ് ഒരു രഹസ്യ മൊഴി നൽകിയിട്ടുണ്ടല്ലോ മാജിസ്ട്രേറ്റിന് മുന്നിൽ വിഷ്ണു, അതിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നുണ്ടോ പോലീസ്? അങ്ങനെയെങ്കിൽ അതുകൂടി പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലേക്കൊക്കെ പോലീസ് കടക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? അനുജ, പകർപ്പ് സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭ്യമാകും. ആ പകർപ്പ് നോക്കി വായിച്ച ശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. അത് ഉന്നതതല യോഗവും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ 75 BNS 75(1), അതോടൊപ്പം തന്നെ 67(1) IT ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ്. ഈ വകുപ്പുകൾ തന്നെ നേരത്തെയുള്ള IPC പോലെയുള്ള അല്ല എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ വകുപ്പ് കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട്, കൂടുതൽ ശക്തിയുള്ള വകുപ്പുകളാണ്. അതുകൊണ്ട് ഈ വകുപ്പിൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങളാണ് ഈ വകുപ്പിന് കീഴിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഇത് IPC ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ അടക്കം നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സാധ്യതകളെല്ലാം നിലവിൽ കോടതി നിരാകരിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാണ്. അതായത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചത് 4 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിൽ ഇപ്പോൾ പരാതി നൽകിയിട്ട് എന്ത് എന്ന് ബോബി ചെമ്മണ്ണൂർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകരൊക്കെ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. കാലം ഒരു പ്രശ്നമേ അല്ല എന്ന് പ്രോസിക്യൂഷനും പോലീസും കോടതിയൊക്കെ പറയുകയാണ്. ഇത് ഡിജിറ്റൽ എവിഡന്റ് ആയി നിങ്ങൾക്ക് മുൻപിലുണ്ട്. ഈ നടത്തിയ പരാമർശങ്ങളും അതിന്റെ എല്ലാ രേഖകളും തെളിവുകളും ഒക്കെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തു എന്നൊരു പരാതി ലഭിച്ചാൽ ആ ക്രൈമിന്റെ എവിഡൻസ് എല്ലാം ഇവിടെ ഇപ്പോഴും അവൈലബിൾ ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ കാലത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സമയതാമസത്തിന്റെ പേര് പറഞ്ഞ് ഈ പരാതികൾ നിരാകരിക്കാനാവില്ല. അതിലൊരു കേസെടുക്കുകയും ആ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് അനിവാര്യമാണെന്നൊരു സന്ദേശം കൂടി നിലവിൽ മറുപടി കൂടി ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തതയോടെ കോടതിയിൽ മറുപടി നൽകുന്നുണ്ടല്ലോ ഹണിറോസിന്റെ അഭിഭാഷകൻ. അതായത് ഈ പരിപാടി കഴിഞ്ഞ് അമ്മ വിളിച്ച് പരിപാടിയുടെ കോർഡിനേറ്ററോട് പറഞ്ഞിട്ടുണ്ട് തനിക്കതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്.
പക്ഷേ അത് തുടർന്നു. ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ വന്നു. ആ ചടങ്ങ് അലങ്കോലമാക്കേണ്ട എന്ന് തോന്നി മൗനം പാലിച്ചു. ജാങ്കോ സ്പേസ് എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അനാവശ്യമായി തന്റെ പേര് പറഞ്ഞു. അതിൽ അശ്ലീല ചുവയുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഈ 4 മാസം എന്നുള്ളത് തീർത്തും അപ്രസക്തമായൊരു വാദം എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്കുള്ള വാദമുഖങ്ങളും അവിടെ നിന്ന് ഉയർന്നല്ലോ വിഷ്ണു. അനുജ, ഈ 4 മാസം എന്ന വാദത്തെ തീർത്തും നിഷ്പ്രഭമാക്കുന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ്റെ. അതായത് 4 മാസം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല, അതിലൊരു അർത്ഥവുമില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. കാരണം നിരന്തരം ഇങ്ങനെ വേട്ടയാടുകയായിരുന്നു. 3 ഇൻസിഡന്റുകളാണ് പ്രധാനമായും പറഞ്ഞത്. ആ 3 കാര്യങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ കേസിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ ഇതൊരു വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് സാധാരണഗതിയിലുള്ള റിമാൻഡ് റിപ്പോർട്ട് പോലെ ആകാശത്ത് നിന്ന് എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് ഒരു കേസ് ഫ്രെയിം ചെയ്ത് വെക്കുന്ന കാര്യങ്ങളല്ല പോലീസ് ചെയ്ത് കൃത്യമായ തെളിവ് സമാഹരണം നടത്തി. ഇന്ന് രാവിലെ ACP സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ബോബി ചെമ്മണ്ണൂർ ഈ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ ഡിജിറ്റൽ തെളിവുകളായി ലഭിച്ചിട്ടുണ്ട്. ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുകയാണ്. അതിപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് അത് വിധേയമാക്കും. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ, അങ്ങനെ തെളിവുകളുടെ കാര്യത്തിൽ ഈ കേസ് അല്ലെങ്കിൽ തള്ളിപ്പോകില്ല. അത് സ്ട്രോങ് ആയി തന്നെ കോടതിയിൽ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ സാധൂകരിക്കുന്നതായിരുന്നു കോടതി ഇപ്പോൾ റിമാൻഡിലേക്ക് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലേക്ക് എന്നുള്ള കോടതിയുടെ ആ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു നാൾവഴി പരിശോധിച്ചാൽ ഏകദേശം ഒരു 3 ദിവസം മുമ്പാണ് ഹണി റോസ് ഒരു പോസ്റ്റ് ഇടുന്നത്. തന്നെ ഒരാൾ നിരന്തരം ഇത്തരത്തിൽ വേട്ടയാടുന്നു, സാമൂഹ്യ മാധ്യമത്തിലൂടെയൊക്കെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരുന്നു ഹണി റോസ് ആ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആ പോസ്റ്റിനടിയിൽ മോശം കമന്റ് വന്നു എന്ന് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവർക്കെതിരെ മോശം പരാമർശങ്ങളൊക്കെ ചില ഇടങ്ങളിലൊക്കെ നടത്തിയിരുന്നു. 2ാം ദിവസം ഹണി റോസ് വീണ്ടും മറ്റൊരു പോസ്റ്റുമായി വരികയാണ്. ആദ്യത്തെ പോസ്റ്റിന്റെ താഴത്ത് മോശം കമന്റ് ഇട്ട ആളുകൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നു, ഒപ്പം സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിൽ ദുരിതം നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാനൊരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ആ തുറന്ന യുദ്ധത്തിൽ ഇപ്പോഴും തുടരുന്നു. അതിൽ ആദ്യ വിജയം ഹണി റോസിന് തന്നെ എന്ന് ഉറപ്പിച്ച് പറയാനാവും. ഹണി റോസിന്റെ മാത്രം വിജയമല്ല, ഈ സൈബർ ഇടങ്ങളിൽ ദുരിതം നേരിടുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന, ഇത്തരത്തിൽ കൊടൂരമായ ആക്രമണങ്ങൾ നേരിടുന്ന, ഒരുപക്ഷെ KK രമ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ബലാത്സംഗം എന്നാണ്. ഇത്തരത്തിലുള്ള സൈബർ ലിഞ്ചിങ്ങിനെയും അതോടൊപ്പം സൈബർ ആക്രമണങ്ങളെയൊക്കെ KK രമ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സ്ത്രീകൾക്ക് ഒരു കരുത്താകുന്ന നിലപാട് പോലീസും കോടതിയും ഒക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ കേസിന്റെ തുടരന്വേഷണം വളരെ ശക്തമായി അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകും. ഈ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ, അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കും. അത് എത്ര ദിവസത്തേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടില്ല, പക്ഷേ അത് അടുത്ത ദിവസം തന്നെ നൽകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സബ് ജയിലിലേക്കാണോ ബോബി ചെമ്മണ്ണൂർ പോവുക എന്നൊക്കെയുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അദ്ദേഹം നിലവിൽ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ഒരു പരിശോധനയ്ക്ക് വിധേയനാകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. എന്താണ് അതിന്റെ തുടർ പരിശോധനാ ഫലം എന്നൊക്കെയുള്ളത് വരാനിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. എറണാകുളം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു.